ഫിലോമിനെ. അപ്പൊ ജനങ്ങൾ അത് എത്രമാത്രം ഏറ്റെടുത്തു, അപ്പൊ ഈ ഒരു ഫീലിംഗ് അതിനെ കുറിച്ചൊന്ന് പറയാം. അത് ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു, ഒത്തിരി പേര് മിക്സ്ഡ് ആയിട്ടൊരു അഭിപ്രായം പറഞ്ഞു. സോ ആൾക്കാർ പടം കണ്ട് നല്ലതാണെന്ന് പറഞ്ഞെടുത്ത് ഭയങ്കര സന്തോഷം. പക്ഷേ തെറ്റുകൾ എന്താണെന്നുള്ളത് കൂടുതൽ പഠിക്കാനും കൂടിയുള്ള ഒരു വേദിയായിരുന്നു ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത്. സോ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്ത് ഒരു ന്യൂ കമ്മർ എന്ന രീതിയിൽ നല്ലൊരു വെൽക്കമിങ് തന്നതിന് വളരെയധികം നന്ദി. പിന്നെ 25 ദിവസം പടം ഓടുക എന്ന് പറയുന്നത് അതെ അതെ അതെ. സോ അത് ഭയങ്കര സന്തോഷമുള്ളൊരു മൂമെന്റ് ആണ്, ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു മൂമെന്റ് ആണ്. സോ എൻ്റെ കൂടെയുള്ള നമ്മുടെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും എല്ലാവരും അത്രയും എന്നെ പോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് നടന്ന ഒരു സിനിമയാണ് സിംഗാട. So Tirna is a production house like any other production house, and the motive is to continue making movies. So, but of course, not keep making movies. At least one movie a year. So once a good script, a good idea, a good content comes along, and everything else falls in place, we definitely will go ahead and we'll be doing our next and our next. Yes, that's the plan. Yeah. Okay, so now you know that some issues are going around us in the movie industry itself. So how do you ensure the safety of women in theatre? Okay, so I mean, yes, I wouldn't want to get into anything else that is happening, but I am in this, in Tirna, I am probably the only lady around with so many, other cast and crew and technicians and all of that. And one thing I can guarantee is that it's the safest place to be. Okay, what comes up first is priority of women and the women, personnel actors in here and technicians and all of them. And if I can come here, leaving my family in Bangalore and be here, I've been a part of this movie, I've been part of the shoot, I've been part of the post-production, all of that. If I can do that, anybody else can come. They don't need to get anyone with them. I have come alone. My husband, my children are all back in Bangalore. So I can do it. Everyone can do it. It's a very safe place to be in. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. വളരെ സന്തോഷം ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയുടെ പ്രൊമോഷൻ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇത് കാണാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഇത്രയും പേരെ കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ നമുക്കെല്ലാം അറിയാലോ, ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തെ അധ്വാനമാണ്. ആദ്യം ഒരു ത്രെഡ് കിട്ടണം, ഒരു കഥാപാത്രങ്ങൾ മനസ്സിൽ വരണം. അത് ശ്രീജിത്തിന് കിട്ടി. അത് കഴിഞ്ഞ് അതിനൊരു സംവിധായകനെ അത് മനസ്സിലാക്കണം, ഒരു ഇഷ്ടപ്പെടുന്ന സംവിധായകൻ ആ പടത്തിന് വരണം. അത് പിന്നെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ശ്രീജിത്ത് തന്നെ ആ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് സംവിധായകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടുണ്ടായില്ല. അത് കഴിഞ്ഞതിന് നല്ലൊരു തിരക്കഥയും സംഭാഷണം ഉണ്ടാക്കണം, അതും ശ്രീജിത്ത് തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിനൊത്തൊരു ലൊക്കേഷൻ കണ്ടെത്തണം. നമ്മുടെ ഈ സിനിമ കണ്ടാലറിയാം, നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല. ഒരുപാട് കാടിനകത്ത് അത് അഭിനയിക്കാൻ വേണ്ടി ഞാനൊക്കെ അനുഭവിച്ച കഷ്ടപ്പാട് എനിക്കറിയാം. കാരണം ഞങ്ങൾ 2-2.5 കിലോമീറ്റർ കാടിനകത്ത് കൂടെ ഉള്ളിൽ കയറിയിട്ടൊക്കെയാണ് ഇത് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തത്. പക്ഷെ ഞങ്ങളിത് പോണേക്കാളും മുമ്പ് ഇതൊക്കെ കണ്ടെത്താൻ ശ്രീജിത്തിൻ്റെ ഒരു വലിയ യാത്രയുണ്ടായിരുന്നു. 1 വർഷത്തോളം ശ്രീജിത്ത് അതിന് വേണ്ടി 1 വർഷത്തോളം ഉണ്ടല്ലേ ലൊക്കേഷനിൽ കണ്ടെത്തി വരാൻ. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ശ്രീജിത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളും ലൊക്കേഷനും ഒക്കെ എത്തിക്കഴിയുമ്പോൾ ശ്രീജിത്തിനെ വിശ്വസിച്ച് ഇത് നിർമ്മിക്കാൻ അതിന് മനസ്സുള്ള പണമുള്ള ഒരു പ്രൊഡ്യൂസർ വേണം. അങ്ങനെ ഞങ്ങളുടെ സുന്ദരിയായ ഞങ്ങളുടെ മാഡം വന്ദന മാഡം അതിന് വന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒപ്പം നിന്നു. വളരെയധികം സപ്പോർട്ടോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും ചില സമയത്തൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വിഷമമെങ്കിലും അവസാനം വന്നിട്ട് സാരമില്ല, നമ്മുടെ പടത്തിന് വേണ്ടിയല്ലേ എന്ന് പറയുന്ന ഒരു നല്ല പ്രൊഡ്യൂസറെ ഞങ്ങൾക്ക് കിട്ടി. അതിനുള്ള മനസ്സ് ഉണ്ടാക്കി തന്ന വന്ദന മാഡത്തിന് താങ്ക് യു. പിന്നെ ശ്രീജിത്തിൻ്റെ ഈ കഥാപാത്രത്തിലെ ഒരു ലീഡ് കഥാപാത്രം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഇനിയും ശ്രീജിത്തും വന്ദനാമാടും നമ്മുടെ ടീം എല്ലാവരും ചേർന്ന് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. മറക്കാണ്ട് എന്നെ അഭിനയിക്കാൻ വിളിക്കട്ടെ. ഇത് പിന്നെ എന്തായാലും വളരെ സന്തോഷം. 25-ാം ദിവസം എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ്, സ്ഥിരമായി ഞാനൊരു വില്ലൻ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാം വില്ലൻ കഥാപാത്രങ്ങൾ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്നെ വിശ്വസിച്ച് ഒരു ത്രൂ ഔട്ട് ലീഡ് ക്യാരക്ടർ, പടത്തിൻ്റെ മെയിൻ ക്യാരക്ടർ എനിക്ക് തന്നു. അത് ജനങ്ങൾ ഏറ്റെടുത്തു. ഒരുപാട് സന്തോഷം. എല്ലാവരോടും നന്ദി പറയാൻ മാത്രം ഈ വേദിയാണ് ഉപയോഗിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ 25 ദിവസം അങ്ങനെ ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു വലിയൊരു ഹാർഡ് വർക്കാണ് ഈ കൊച്ചു സിനിമ. ഇത് കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാടധികം നന്ദി.
പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇപ്പം ഈ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇമോഷനുള്ളൊരു പോയിൻ്റാണ്. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ, കാരണം ത്രൂ ഔട്ട് ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ടാസ്ക്കുള്ള ഒരു കാര്യമാണ്. സോ എന്നെ വിശ്വസിച്ച് ഈ ഒരു കഥാപാത്രം ഏൽപ്പിച്ചു. അതിന് ഒരുപാടധികം താങ്ക് യു. ആൻഡ് പ്ലസ് വന്ദന മാഡത്തിൻ്റെ കേസ് പറഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ ത്രൂ ഔട്ട് ജേർണിയിൽ അതിപ്പോൾ ലൊക്കേഷൻ ടു ലൊക്കേഷൻസ് ആയാലും അതിന് ശേഷമുള്ള പോസ്റ്റ് പ്രീ എല്ലാ പരിപാടികളിലും വന്ദന മാം കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് രാപ്പകലില്ലാതെ ഒരുപാട് അധ്വാനിക്കുന്ന ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ കൂടെ നിന്ന് കണ്ടു. സോ ആ ഒരു ഹാർഡ് വർക്കും പറയണം എടുത്ത്. ആൻഡ് ഞങ്ങളുടെ ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സും ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഒരുപാടധികം എന്താ പറയുക, അവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കാണ് ഈ ഒരു എൻറ്റയർ ഈ ഒരു സിനിമ. സോ that's it. Thank you. നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീജിത്തിന് ഒരു ഷീൽഡ് കൊടുത്താൽ പോരാ. കാരണം കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പിന്നെ ഇതിനകത്തൊരു നല്ലൊരു കഥാപാത്രം ചെയ്ത് പിന്നെ നമുക്ക് ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിലല്ല, വേൾഡ് സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ പേരിൽ 24 സോങ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ കണ്ടു മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ 4 ലാംഗ്വേജിലാണ് ഈ മൂവി വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു മൂവി മറ്റൊരു ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അതേ സോങ്ങിന്റെ അതേ താളത്തിൽ പുതിയ വരികൾ മാത്രം ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് പാടിപ്പിക്കുകയാണ് ചെയ്ത്. അതല്ല, മലയാളത്തിലുള്ള വരികളോ താളമോ അല്ലെങ്കിൽ ലിറിക്സോ ഒന്നുമല്ല തമിഴിലുള്ളത്, ഇതൊന്നുമല്ല തെലുങ്കില്, അങ്ങനെ 4 ലാംഗ്വേജിലായി 6 പാട്ട്, 24 സോങ്. അത് വേൾഡ് റെക്കോർഡാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവിയുടെ പേര് 24 സോങ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കൊരു വലിയ കൈയടി കൊടുക്കണ്ടേ ശ്രീജിത്ത്? എല്ലാം മനോഹരമായ സോങ്ങുകളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. കേൾക്കാത്തവരെല്ലാവരും കേൾക്കണം. എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ മലയാളം നമ്മൾ 25 days ആയി. സോ വി ആർ ഗോയിങ് ടു തമിഴ് നൗ. അപ്പോൾ നമ്മുടെ തമിഴ് സിക്കാഡയുടെ റിലീസ് എത്രയും പെട്ടെന്ന് സെപ്റ്റംബറിൽ തന്നെ നമ്മുടെ തമിഴ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെപ്റ്റംബറിൽ തന്നെ നമ്മുടെ സിക്കാഡ തമിഴ് റിലീസ് ആവുന്നതാണ്. പിന്നെ നമ്മുടെ പുതിയ സിനിമയായ നെബുല ഡ്രീംസ്. ഈ സിനിമ ഒരു ഫാൻറ്റസിയാണ്. സോ ഈ സിനിമയിൽ ഞാൻ പുതിയതായിട്ടൊരാളെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ജെറി ജെയിംസ്. ജെറി പ്ലീസ്. ജെറിയാണ് നെബുല ഡ്രീംസിൻ്റെ തിരക്കഥാകൃത്ത്. സോ ദിസ് ഈസ് ജെറി ജെയിംസ്. ജെറി. ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രീജിത്ത് ബ്രോ, വന്ദനമോ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി തന്നതിന് സന്തോഷം. അത് മാത്രം. ഇതേപോലൊരു വിജയാഘോഷം, അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. 50 days, അത് 100 days ആയിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ കമ്മിങ് ടു ബി ആൻഡ് പാർട്ട് ഓഫ് അസ്. താങ്ക്സ് ഓൾ. ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞവര് ഒരു കുഞ്ഞു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഞാൻ ടൈറ്റിൽ കഥാപാത്രമായി വരുന്ന ഗുമസ്തൻ എന്ന് പറയുന്ന മൂവി സെപ്റ്റംബർ 27 റിലീസാണ്. എല്ലാവരും കാണണം, ഒരു സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ മാത്രമല്ല, ബിപിൻ ജോർജ്, ദിലീഷ് പോത്തൻ, ഡോക്ടർ റോണി, അസീസ്, മക്ബൂൽ, സൽമാൻ, കൈലാഷ്, IM വിജയൻ, പ്രശാന്ത് അലക്സാണ്ടർ, ഇങ്ങനെ ഒരുപാട്, ആരൊക്കെ പേര് മിസ്സായാലും ഒരുപാട് കഥാപാത്രങ്ങളുള്ള നല്ല നല്ല ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും കാണില്ലേ? താങ്ക് യു.